ഞാൻ മേഡത്തിൻ്റെ കൂടെ കൂടിയത്, മേഡത്തെ സ്നേഹിച്ചത് അതെല്ലാം ആത്മാർത്ഥമായി തന്നെയാണ്. ഒരിക്കലും കാശിന് വേണ്ടിയോ അല്ല, മറ്റ് ഒന്നിനു വേണ്ടിയോ അല്ല. ഞാൻ സ്നേഹിച്ച തന്നെ അങ്ങനെ പാതി വഴിയിൽ വിട്ടിട്ട് പോകുവാൻ എനിക്കാവില്ല. ഒരിക്കലും ഞാൻ വിട്ടിട്ട് പോവുകയുമില്ല. എനിക്ക് സ്വത്തും പണവും അങ്ങനെ ഒന്നും വേണ്ട. എനിക്ക് തന്നെ മതി, എൻ്റെ അഞ്ജനെ. അവനത് പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് മെല്ലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. എടോ, തനിക്ക് എന്താ അറിഞ്ഞിട്ടാ? ഞാൻ നിന്നെ സ്നേഹിച്ച് വഞ്ചിക്കും, അറിയോ നിനക്ക്? വെറുതെ പണി വാങ്ങാൻ നിൽക്കണ്ട. ഞാനൊരു വൃത്തികെട്ടവളാ എന്ന് സ്വയം പഴിച്ചുകൊണ്ട് അവൾ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലൂടെ നടക്കാൻ തുടങ്ങി. മദ്യലഹരിയിലായതുകൊണ്ട് അവളുടെ കാല് നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അവൾ തന്നെയാണ് ആ സൈഡിലൂടെ നടന്നത്. അഞ്ജു, താനെന്താ ചെയ്യുന്നേ? താൻ ഇപ്പോൾ താഴെ വീഴുവേ, അവൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ അഞ്ജു എവിടെ കേൾക്കാൻ? താൻ പോടോ എന്ന് പറഞ്ഞ് അവൾ നടക്കാൻ തുടങ്ങി. വൈകാതെ തന്നെ ദീപക് പറഞ്ഞ പോലെ അവൾ കാലി തെറ്റി പൂളിലേക്ക് തന്നെ വീണു. അവൾ മുങ്ങിത്താഴാൻ തുടങ്ങിയിരുന്നു. ഒന്നാമത് അവൾക്ക് നീന്തൽ അറിയില്ല, രണ്ടാമത് നല്ലോണം കുടിച്ചിട്ടും ഉണ്ട്. അവൾ മുങ്ങിത്താഴാൻ തുടങ്ങിയതും ദീപക് ഓടി വന്ന് അവളെ രക്ഷിക്കാനായി പൂളിലേക്ക് ചാടി. അവൻ അവളെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നു. സ്വിമ്മിംഗ് പൂളിലെ വെള്ളം അത്യാവശ്യം നന്നായി തന്നെ അവൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. ദീപക് ആകെ പരിഭ്രമത്തിലായി അവളുടെ അവസ്ഥ കണ്ടിട്ട്. അവൻ എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല. അഞ്ജനയുടെ ബോധം പോയിരുന്നു. അവൻ അവളുടെ വയറിൽ അമർത്തി കുടിച്ച വെള്ളം പുറത്തു കളയാൻ നോക്കി. കുറച്ചൊക്കെ പുറത്തു വന്നു. അവൻ കൈയും കാലും ചൂട് പിടിപ്പിച്ചു. എന്നിട്ടും അവൾ കണ്ണോർന്നില്ല. അവൻ അവസാനം വേണോ വേണ്ടോ എന്ന് കുറേ ആലോചിച്ചിട്ട് അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ശ്വാസം പകർന്നു കൊടുത്തു. അങ്ങനെ കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം അവൾ പതിയെ അവളുടെ കണ്ണ് തുറന്നു. ദീപകിനെ കണ്ടതും അവൾ അവനെ ഇറുക്കി പുണർന്നു. അവനും അവളെ പുണർന്നു. പക്ഷെ അവരൊന്നും സംസാരിച്ചില്ല. എന്നാൽ അവളുടെ കണ്ണുകൾ തന്നെ ദീപകിനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പലരും അവളുടെ മനസ്സിൽ ഏർപ്പെടുത്തിയ മുറിവുകളും അതിൻ്റെ വേദനയും, അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ഏർപ്പെടുത്തിയ മുറിവിൻ്റെ വേദനയും, അങ്ങനെയെല്ലാം അവളുടെ കണ്ണിൽ തന്നെ ഉണ്ടായിരുന്നു. അവൾക്ക് ഇപ്പോൾ വേണ്ടത് എന്താണെന്നറിയോ? ഒരു താങ്ങാണ്, ഒരു തണലാണ്. ആവണിക്ക് ഡേവിഡിനെ കൈകളാൽ അവളെ അഞ്ജനയ്ക്ക് ഒരാൾ. തണുത്തു വിറച്ച് പാതി ബോധത്തിലും അവളുടെ സങ്കടങ്ങൾ അവളുടെ കണ്ണിൽ തിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണ് കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി. അവൻ അവളെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി. നനഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ശരീരം അവനിൽ കൂടുതൽ പറ്റിച്ചേർന്നിരിക്കുന്ന പോലെ തോന്നി അവന്. അത് അവനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾക്ക് ഇടയാക്കി. റൂമിൻ്റെ ഡോർ തുറന്ന് അവൾക്ക് നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു. അവൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം അവൾക്ക് കുടിക്കാൻ കൊടുത്തു. എന്നാൽ അത് കുടിക്കാൻ എഴുന്നേൽക്കാൻ പോലും ത്രാണി അവൾക്കുണ്ടായിരുന്നില്ല. അവൻ അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ് വെള്ളം കൊടുത്തത്. അത് കഴിഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. അവൻ അവളെ അടർത്തി മാറ്റണോ വേണ്ടോ എന്ന സംശയമായിരുന്നു. തലച്ചോറ് ചെയ്യണ്ട, ഇത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞാലും മനസ്സ് സമ്മതിക്കണ്ടേ? അവനുള്ളിലെ വികാരങ്ങളെ ഉണർത്താൻ തുടങ്ങിയിരുന്നു. അവൻ മെല്ലെ അവളെ ബെഡിലേക്ക് കിടത്തി. നനഞ്ഞ അതുകൊണ്ട് തന്നെ അവൾ നല്ലോണം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളെ അങ്ങനെ കിടത്തിയിട്ട് പോവാൻ അവന് തോന്നിയില്ല. അവൻ മെല്ലെ അവളുടെ നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റാൻ തുടങ്ങി. ശരീരത്തിലേക്ക് ഒന്ന് നോക്കാതെ തന്നെ. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ നോക്കിയില്ലായിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവനറിയാതെ കിട്ടുന്ന ചില സ്പർശനങ്ങൾ അവനെ ചൂടുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സെല്ലാം തൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റുന്നത് അഞ്ജന അറിഞ്ഞിരുന്നു കേട്ടോ. എന്നാൽ അവൾ എതിർത്തില്ല. കാരണം അവൾക്ക് അവനെ നല്ലോണം അറിയായിരുന്നു. അവൻ ചെയ്തതെല്ലാം അവൾ നോക്കിക്കൊണ്ടിരുന്നു. അവനിലെ ആത്മാർത്ഥതയും തന്നോടുള്ള സ്നേഹവും അവൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ ആരും അവളോട് കാണിക്കാത്ത ഒരു സ്നേഹം അവനുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൻ ഡ്രസ്സെല്ലാം മാറ്റിയ ശേഷം പുതപ്പ് മുഴുവനായി അവളെ നോക്കാതെ തന്നെ പുതപ്പിച്ച് പോകാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കൈ പിടിച്ചു. അവൻ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. അവൾ ചിരിച്ചുകൊണ്ട് 2 കൈയും കൊണ്ട് തന്നിലേക്ക് വരാൻ അവനെ സ്വാഗതം ചെയ്തു. അവൻ ഒരു സംശയത്തോടു കൂടി അവളെ നോക്കി.
അവൾ വീണ്ടും ഒന്ന് ചിരിച്ചു. അവൻ പതിയെ ആ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി. അവൾ അവൻ്റെ നെറുകയിൽ ചുംബിച്ചു. അവൻ വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി. അവന് വിശ്വസിക്കാനായില്ല തൻ്റെ പ്രണയം തനിക്ക് സ്വന്തമാകാൻ പോകുന്നു എന്ന കാര്യം. അവനും തൻ്റെ പ്രണയത്തിൻ്റെ മുദ്ര അവളുടെ ചുണ്ടിൽ പതിപ്പിച്ചു. ഒരു പുതപ്പിനുള്ളിൽ അവർ അവരുടെ പ്രണയം ആഘോഷമാക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ പ്രണയം പൂത്തുലയാൻ തുടങ്ങിയെങ്കിൽ മറ്റൊരിടത്ത് വിരഹവേദനയായിരുന്നു. അതായത് ഡേവിഡിൻ്റെയും ആവണിയുടെയും അടുത്ത്. ആവണി ബെഡിൽ കിടന്ന് ഡേവിഡ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുകയായിരുന്നു. ശരിക്കും ഡേവിഡിന് തന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നവൾക്ക് തോന്നി. എന്നാൽ മനസ്സിൻ്റെ മറ്റൊരു പക്ഷത്ത് ഇതെല്ലാം ഇനി വീണ്ടും അഭിനയമാണോ, വേറെ എന്തിനെങ്കിലും വേണ്ടിയാണോ എന്നൊരു ചിന്തയും. പക്ഷെ എന്തൊക്കെയായാലും ഡേവിഡിനെ ഇപ്പോഴും അവൾക്ക് ഇഷ്ടമാണ്. അവൾ തൻ്റെ ഭർത്താവായി കാണാൻ ആഗ്രഹിക്കുന്നത് ഡേവിഡിനെയാണ്. അങ്ങനെ അവൾ ഓരോന്ന് ആലോചിച്ച് ബെഡിൽ കിടക്കുമ്പോഴാണ് അപ്പുറത്ത് നിന്ന് റോസിയമ്മയുടെയും സാറമ്മച്ചിയുടെ സംസാരം കേട്ടത്. മദറമ്മ ഉച്ചയ്ക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവൾ അത് ശ്രദ്ധിച്ചു. എന്തോ സീരിയസ് ആയിട്ടാ പറയുന്നേ എന്ന് അവൾക്ക് മനസ്സിലായി. സാറ, താൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ? എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ആവണി മോൾക്ക് ആശ്വാസമാകും, റോസിയമ്മ സന്തോഷത്തോടു കൂടി പറഞ്ഞു. അതേ റോസി, ഞാൻ പറഞ്ഞ സീരിയസ് ആയിട്ടാ. എനിക്ക് അവളെ, നമ്മുടെ ആവണി മോളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ട്. എൻ്റെ മരുമകളായിട്ട്. അവളെ കണ്ടന്നു മുതൽ മനസ്സിൽ കയറിക്കൂടിയതാ ഈ ആഗ്രഹം. എൻ്റെ IPS മോൻ്റെ വധുവായിട്ട് അവൾ വരുന്നത് ഞാൻ ഏറെ സ്വപ്നം കണ്ടിട്ടുണ്ട്. എൻ്റെ മോൻ സേവ്യറിനും അവളെ എന്തായാലും ഇഷ്ടമാണ്. ആവണിക്കും ഇഷ്ടമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാറാമ്മ സംശയത്തോടു കൂടി റോസി അമ്മയോട് പറഞ്ഞു. അതെന്താ ഇഷ്ടമാവാതിരിക്കാൻ? എൻ്റെ ആവണി മോൾക്ക് ഉറപ്പായും ഇഷ്ടമാവും. സാറെന്ന് വെച്ചാൽ ആവണിക്ക് ജീവനാ. അതുകൊണ്ട് എന്തായാലും മോള് സമ്മതം പറയും എന്നാ എൻ്റെ ഒരു ഇത്. സേവ്യറിന് എന്തായാലും അവൾ ചേർച്ചയുണ്ടാവും. പിന്നെ ഞങ്ങൾക്കും പേടിക്കണ്ടല്ലോ. സാറ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ മോള് എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാലേ നമ്മൾ ചെറുതായിട്ട് നിർബന്ധിച്ചാൽ മതി. നമ്മളെ എന്തായാലും മോള് വിഷമിപ്പിക്കില്ല. അമ്മച്ചിമാർക്ക് വിഷമാകുമെന്ന് വിചാരിച്ച് ആവണി മോള് സമ്മതിക്കും. റോസിയമ്മ വളരെ സന്തോഷത്തോടുകൂടി സാറാമ്മച്ചിയോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട ആവണിയുടെ മനസ്സൊന്നും ഉലഞ്ഞു. കാരണം ഡേവിഡ് അല്ലാതെ മറ്റൊരാളെ അവൾക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സ്വീകരിക്കാനാവില്ല. അവളുടെ ശരീരത്തിലെ ഓരോ അണുവിലും ഡേവിഡിൻ്റെ സ്നേഹവും കരുതലുമുണ്ട്. അങ്ങനെ അവനെ മാത്രം സ്വീകരിക്കുന്ന ഒരു പെണ്ണ് മറ്റൊരാളെ കല്യാണം കഴിച്ച അയാളോട് ആത്മാർത്ഥത പുലർത്താൻ അവൾക്കാവില്ല. എന്നാൽ മറുപക്ഷത്തുള്ളത് സാറാമ്മച്ചിയാണ്. തന്നെ മോളെ പോലെ സ്നേഹിക്കുന്ന സാറാമ്മച്ചിയോട് പറ്റില്ല എന്ന് പറയാനും അവൾക്കാവില്ലായിരുന്നു. മുൻപ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള സമയത്ത് അവൾ വേഗം അഞ്ജുവിനെ വിളിക്കുക. പക്ഷേ ഇന്ന് അവളുടെ അഞ്ജു ഇല്ലല്ലോ. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അവൾ വാ പൊത്തി കരയാൻ തുടങ്ങി. അവൾക്കൊന്ന് ഡേവിഡിനെ വിളിച്ച് സംസാരിക്കണമെന്നുണ്ട്. എന്നാൽ അവളുടെ കയ്യിൽ ഇപ്പോൾ അവൻ്റെ നമ്പർ പോലും ഇല്ല. ഡേവിഡിനെ അവൾക്ക് നഷ്ടമാവുന്നതിനെക്കുറിച്ച്, അവളുടെ ജീവിതത്തിൽ മറ്റൊരാൾ വരുന്നതിനെക്കുറിച്ചൊന്നും അവൾക്ക് ചിന്തിക്കാനാവില്ലായിരുന്നു. ഇനി എന്താ നടക്കുകയെന്ന് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. ഗൈസ്, ചെറിയതാണ്, ഇന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് ചെറിയ